പെട്ടി വിവാദവും പരസ്യ വിവാദവും ഉണ്ടായെങ്കിൽ സരിൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമായിരുന്നു. അല്ല, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. അത് നിങ്ങൾ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വിവാദങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയതൊന്നുമല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വിവാദങ്ങളെല്ലാം അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. ആ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ മറുപടി പറയാൻ നിർബന്ധിക്കപ്പെടും. അത്രേ ഉള്ളൂ. പാലക്കാട് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നും. ഇനി എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതാണ് നിങ്ങളൊരു തെറ്റിദ്ധാരണ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ആദ്യം മനസ്സിലായിക്കോളൂ. ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാൾക്ക്, അത് സരിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയുന്നത്, ചില അവ്യക്തതകളുണ്ടാവും. അത് മാറ്റിയെടുത്ത് ഒരു സഖാവായി, ഒരു കേഡറായി വളർന്നാൽ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു കേഡറാവും. അത് ഞാൻ അന്ന് പറഞ്ഞത് ഡോക്ടർ സരിനുമായി ബന്ധപ്പെട്ടാണ്. അതേ സമയത്ത് തന്നെ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ നയം സ്വീകരിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയം സ്വീകരിക്കുക. CPM-ലാണ് വരുന്നതെങ്കിൽ മാർക്സിസം ലെനിനിസം അംഗീകരിക്കുക. ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെയും ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെയും തത്വങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കാം. ഇതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. പക്ഷേ മറ്റേ ഇതിനെ കൂട്ടിയിട്ടങ്ങ് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ട് എൻ്റെ അമ്മയുടെ മൃതശരീരം കാണാൻ പോലും BJP-യുടെ നേതാക്കൾ വന്നില്ല. എൻ്റെ അമ്മ RSS കാര്യാലയത്തിന് വേണ്ടി ഭൂമി കൊടുത്തതാണ്. എന്നിട്ടാണ് എന്നോട് ഈ കാര്യം, ഈ ദുരന്തം, ഈ വിഷമത അവർ കാട്ടിയത്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അയ്യപ്പാവം തോന്നും. അപ്പം ഞാൻ പറഞ്ഞു, വളരെ മോശമായി പോയി കാട്ടിയത്. ഇങ്ങനെ ഒരു മനുഷ്യനോട് കാട്ടേണ്ടതുണ്ടായിരുന്നോ? ഒരു നല്ല മനുഷ്യനല്ലേ? അമ്മ മരണപ്പെട്ടാലെങ്കിലും പോകണ്ടേ? ഇതാ പറഞ്ഞത്. അത് പിന്നെ നിങ്ങളുടെ അടുക്കെത്തുമൊക്കെ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സരിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് സന്ദീപ് വാര്യർക്ക് കൊടുത്തു. ഇനി സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വെറുപ്പുമില്ല. പക്ഷെ അദ്ദേഹം RSS-ൽ നിന്ന് മാറുന്നുണ്ടോ? സംഘപരിവാറിനോട് വിമോചനം പ്രഖ്യാപിക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കിനി ഉറച്ചു നിൽക്കാൻ പറ്റില്ല, തെറ്റായിപ്പോയി എന്ന് ഈ പൊതുസമൂഹത്തോട് മാപ്പപേക്ഷിക്കണ്ടേ? എന്നിട്ടാണ് കോൺഗ്രസിൽ നിൽക്കുന്നതെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അത് ചെയ്തിട്ടില്ല.